Welcome to Shahi Effect. ഏവർക്കും നമസ്കാരം. നാടെങ്ങും സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും പൂക്കൾ വിരിയുന്ന ഓണക്കാലമാണ്. മനുഷ്യ വ്യത്യാസങ്ങൾ മറന്ന് ഏക മനസ്സായി ആഘോഷിക്കുക എന്ന ആശയം ഓണം എന്ന സങ്കല്പത്തിൽ മുൻനിരമായിരിക്കുന്നു. ഓണാഘോഷം 2025 സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഈ വേദിയിൽ നടന്നത്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയെയും ബഹുമാനപ്പെട്ട മറ്റ് മന്ത്രിമാരെയും വിശിഷ്ട അതിഥികളെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ഓണാഘോഷം 2025 സംസ്ഥാന തല ഉദ്ഘാടന ചടങ്ങാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. ഈ ചടങ്ങിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഔപചാരികമായി വേദിയിലുള്ള വിശിഷ്ട അതിഥികളെയും സദസ്യരെയും സ്വാഗതം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവരുടെ സാദരം ക്ഷണിക്കുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം നടത്തുന്നതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരുടെയും കണക്കുകളിൽ ശ്രീ പിണറായി ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ടൂറിസം രംഗത്ത് ഈ കഴിഞ്ഞ അത്യന്താധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള പുത്തൻ ടൂറിസ്റ്റ് പദ്ധതികൾക്ക് രൂപം കൊടുക്കുകയും ദേശീയാടിസ്ഥാനത്തിലും ഇന്റർനാഷണൽ അടിസ്ഥാനത്തിലും പ്രാദേശിക അടിസ്ഥാനത്തിലും നിരവധി അംഗീകാരങ്ങൾ വാങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ പ്രവർത്തനം നടത്തുന്ന ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയാണ് ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ. വളരെ ബഹുമാനത്തോടുകൂടി മുഹമ്മദ് റിയാസിനെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജില്ലക്കാരനായിട്ടുള്ള മന്ത്രി ജിയാർ നബീൽ രണ്ട് വളർന്നു വരുന്ന ഭാവിയിലെ തൻ്റെതായ വിവരം നേടിയ അതിൻ്റെ പ്രതിഭയാണ് ജോലി മോഹൻ. 2003 ജയം എന്ന സിനിമയിലൂടെ നായകനായ അരങ്ങേറ്റം കുറിച്ച് അദ്ദേഹം പിന്നീട് പേരകൻ സന്തോഷത്തിലൂടെ ചൈനൂരുവൻ പൊന്നിയൻ സെൽവൻ തുടങ്ങി നിരവധി ഹിന്ദി ചിത്രങ്ങളുടെ ഭാഗമാണ്. വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രേക്ഷക ശ്രദ്ധ നേടിയെടുത്തു കഴിഞ്ഞു. അഭിനയ ജീവിതം പോലെ തന്നെ സാമൂഹിക പ്രതിബദ്ധതയിലും കുടുംബത്തിലുള്ള ഒരു കലാകാരനാണ് ശ്രീ മോഹനെ ഞാൻ വളരെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ചലച്ചിത്രകാരനും നടനുമാണ് ജയശ്രീ ജോസഫ്. മലയാള സിനിമയിൽ കുടുംബത്തിൻ്റെയും ചിരിയുടെയും പുതിയ അധ്യായങ്ങൾ കൊണ്ടുവരാനായിട്ട് കുഞ്ഞി രാമായണം, ബോധ, മിന്നൽ തുടങ്ങിയ സിനിമകളിലൂടെ സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹം നമ്മെ അത്ഭുതപ്പെടുത്തി. അതേസമയം ജയ ജയ ഹേ തുടങ്ങിയ സിനിമകളിലെ അഭിനയം അദ്ദേഹത്തിൻ്റെ പ്രതിഭ തെളിയിച്ചു. ജയശ്രീ ജോസഫ് എന്ന കലാകാരൻ മലയാള സിനിമയുടെ ഭാവിക്ക് വലിയ മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തെ ഞാൻ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ആര്യാകാരന് ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ I.V. സതീഷിനെ സ്വാഗതം ചെയ്യുന്നു. മുൻ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ, ആനന്ദ് രാജു സ്വാഗതം ചെയ്യുന്നു. പാർലമെന്റ് A.A. റഹീമിനെ സ്വാഗതം ചെയ്യുന്നു. വർക്കലയുടെ വി ജോയിയെ സ്വാഗതം ചെയ്യുന്നു. സ്റ്റീഫൻ MLA സ്വാഗതം ചെയ്യുന്നു. MLA-മാർ, മേയർ, മറ്റ് ജനപ്രതിനിധികൾ, ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനികളെ, ലോകത്തെവിടെയുമുള്ള മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓണം അഭിമാനത്തോടു കൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്.
കേരളത്തിന്റെ മതസാഹോദര്യത്തിന്റെ പ്രതീകമാണ് ഓണവും ഓണാഘോഷവും. ഞാനതിന്റെ മറ്റൊരു വശങ്ങളിലേക്ക് ഇതുപോലെ ഒരു പരിപാടി കൂടുതൽ സംസാരിക്കാൻ 2021 മെയ് 20 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആദ്യ ഓണാഘോഷം സംഘടിപ്പിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുക എന്ന പ്രധാന ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി അസാധ്യമായി 2021 ഓണാഘോഷമാണ്. ടൂറിസം മേഖലയിൽ ഒരു വെന്റിലേറ്റർ ആകുന്ന അവസ്ഥയിലാണ് ലോകത്താകെ കോവിഡിന്റെ ഭാഗമായി 2021 തുടക്കം. അത് പിന്നീട് 2021 അവസാനം ഒരു നവംബർ ഡിസംബർ മാസം വരെ ടൂറിസം മേഖലയും ആ നിലയിൽ തന്നെയാണ്. എന്നാൽ ലോകത്താകെ സഞ്ചരിക്കാൻ സാധ്യമാകാത്തതിന്റെ പ്രയാസം മനുഷ്യരിൽ വലിയ നിലയിലേക്ക് വരികയും കോവിഡിന്റെ രൂക്ഷത കുറഞ്ഞതിന്റെ ഭാഗമായി മെല്ലെ മെല്ലെ സഞ്ചരിക്കാൻ സാധ്യമാകുന്ന ഒരു അവസ്ഥ സംജാതമായപ്പോൾ ഒരു പ്രതികാര മനോഭാവത്തോടുകൂടി ഇതുവരെ സഞ്ചരിക്കാൻ പറ്റാത്തതിന്റെ ഭാഗമായി മനുഷ്യൻ ഉടലെടുത്ത ഒരു പ്രതികാര മനോഭാവത്തോടുകൂടി യാത്രകൾ വർദ്ധിച്ചു. അതിനെ ലോകം വിശേഷിപ്പിച്ചത് റിവഞ്ച് ടൂറിസം എന്നാണ്. 2022 ആയപ്പോൾ ഓണാഘോഷം 2 വർഷം ഓണം ആഘോഷിക്കാൻ പറ്റാത്ത പ്രയാസത്തിൽ പൊതുവെ ലോകത്താകെയുള്ള മലയാളികൾ നിലകൊണ്ടതിന്റെ ഭാഗം ജനങ്ങൾക്ക് ആഘോഷിക്കാൻ നല്ല നിലയിൽ സാഹചര്യമൊരുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. 2022 ഓണാഘോഷം യഥാർത്ഥത്തിൽ ഒരു റിവഞ്ച് ഓണാഘോഷമായി മാറുകയാണ്. ഇതേ സ്ഥലത്ത് നമ്മൾ ഒത്തുകൂടിയപ്പോൾ 2022 ഓണാഘോഷത്തെ നമ്മളെല്ലാവരും വിശേഷിപ്പിച്ചത് അങ്ങനെ തന്നെ. 2023 ഓണാഘോഷം അത് 2022 മറികടക്കുന്ന നിലയിലേക്കുള്ള വലിയ ജനകീയ പങ്കാളിത്തത്തോടുകൂടി നടത്തുവാനുള്ള സാഹചര്യം സംസ്ഥാന സർക്കാർ സൃഷ്ടിച്ചു. എന്നാൽ 2024 ഓണാഘോഷം വളരെ നേരത്തെ തന്നെ നാം തയ്യാറെടുപ്പ് നടത്തി. പുതിയ പുതിയ ആശയങ്ങൾ ഓണാഘോഷത്തിന്റെ ഭാഗമായി കൊണ്ടുവരണമെന്നൊക്കെ നിശ്ചയിച്ച് മുന്നോട്ട് വന്ന 2024 ഓണാഘോഷം ദൗർഭാഗ്യകരമായ ചുരൽമല ദുരന്തം കാരണം സർക്കാർ നേതൃത്വം കൊടുത്ത് ആഘോഷിക്കാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 2021 2024 സർക്കാർ നേതൃത്വം കൊടുത്തുകൊണ്ട് ഓണാഘോഷം നടത്താൻ പറ്റാത്ത സാഹചര്യമാണ്. ഈ ഗവൺമെന്റ് വന്ന തുടക്കത്തിലെ പറഞ്ഞിരുന്നു ഓണാഘോഷത്തെ ലോകത്താകെയുള്ളവർക്ക് കേരളത്തിലെ ജനങ്ങളുടെ അതിഥേയ മര്യാദയും മതസാഹോദര്യത്തിന്റെ പ്രതീകമായ ഓണാഘോഷത്തിന്റെ ആശയപ്രചരണവും നടത്താൻ സാധ്യമാകുന്ന നിലയിലേക്ക് വിദേശ രാജ്യങ്ങൾ ഓണാഘോഷത്തെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് വളരെ നേരത്തെ തന്നെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് ഓണാഘോഷത്തിലേക്ക് കേരളത്തിലെ വിവിധ ജില്ലകളിൽ വിദേശത്തു നിന്നും ആളുകളെ കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തും എന്നായിരുന്നു അന്ന് പൊതുവെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ആശയം. രണ്ടാമത്തേത് 2022 ഓണാഘോഷ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു ആഭ്യന്തര സഞ്ചാരികളുടെ കാര്യത്തിലായാലും, അതായത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന സഞ്ചാരികളുടെ കാര്യത്തിലായാലും, വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിലായാലും അടുത്ത ഓണാഘോഷം നടക്കുന്ന ഘട്ടത്തിൽ എണ്ണം വലിയ നിലയിൽ വർദ്ധിപ്പിക്കുവാനുള്ള ഇടപെടൽ പൊതുവെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് നടത്തുക എന്നായിരുന്നു രണ്ടാമത് പറഞ്ഞ കാര്യം. ഇതിൽ സഞ്ചാരികളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ 2025 ജൂൺ മാസമായപ്പോൾ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം ഈ 6 മാസം 1,19,89,864 ആണെങ്കിൽ വിദേശ സഞ്ചാരികളുടെ എണ്ണം 3,83,000
കേരളം ഉണ്ടായതിനു ശേഷം 6 മാസക്കാലം ഏറ്റവും അധികം ആഭ്യന്തര സഞ്ചാരികൾ വന്ന സർവകാല റെക്കോർഡ് വർഷം 2025 ആണെന്ന് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്ന കാര്യം. വിദേശ സഞ്ചാരികൾ ആ നിലയിലേക്ക് ഓണാഘോഷത്തിന് വിദേശ സഞ്ചാരികളെ കൊണ്ടുവരാൻ വളരെ നേരത്തെ തന്നെ പ്രത്യേക ഇടപെടൽ സർക്കാർ നടത്തി. ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന ഒരാശയം വളരെ നേരത്തെ തന്നെ വിവിധ രാജ്യങ്ങളിൽ പ്രചരിപ്പിച്ചു. അതിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇത്തവണ കേരളത്തിലേക്ക് ഓണാഘോഷം കാണാൻ വേണ്ടി മാത്രമായി സഞ്ചാരികൾ വരുന്ന സ്ഥിതിയാണ്. UK, ഫ്രാൻസ്, സൗത്ത് കൊറിയ, ഇന്തോനേഷ്യ, തായ്ലാന്റ്, വിയറ്റ്നാം, തായ്വാൻ, നേപ്പാൾ, ശ്രീലങ്ക, റൊമാനിയ എന്നീ രാജ്യങ്ങളിൽ നിന്നും വിദേശ സഞ്ചാരികൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഈ ഓണ അവധിക്കാലത്ത് ഈ ഓണാഘോഷ ഘട്ടത്തിൽ സഞ്ചരിച്ച് ഓണാഘോഷം കാണാനും ഓണത്തിന്റെ സന്ദേശം മനസ്സിലാക്കാനും പൊതുവെ തയ്യാറാകുന്നു. 1-2 വിദേശ സഞ്ചാരികളോട് സംസാരിച്ച സമയത്ത് അവർ വളരെ സന്തോഷത്തോടെ പങ്കുവച്ചൊരു കാര്യം, കേരളത്തിൽ എന്താണ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് എന്നുള്ള ചോദ്യത്തിൽ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷവും കേരളത്തിലെ ജനങ്ങളുടെ ആതിഥേയ മര്യാദയുമാണ്. കേരളത്തിലേക്ക് കൂടുതൽ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ ഞങ്ങളുടെ രാജ്യത്തിന് വരുന്നതിന് ഞങ്ങൾ താല്പര്യപ്പെടുന്നത് എന്ന് പറയുന്നത്. അത് തന്നെയാണ് കേരളത്തിന്റെ പ്രത്യേകത. കേരളത്തിലെ ജനങ്ങളാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ടൂറിസം ഉൽപ്പന്നം. ആ നിലയിൽ അടുത്ത ഓണാഘോഷം 2026 ഓണാഘോഷം കൂടുതൽ വിദേശ ആഭ്യന്തര സഞ്ചാരികളെ കൂടി കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ ഓണത്തിന്റെ സന്ദേശം കേരളത്തിന്റെ മനോഹരമായ പ്രകൃതി രമണീയമായ ഇടങ്ങളെ പരിചയപ്പെടുത്താനും ഒക്കെ സാധ്യമാകുന്ന നിലയിലേക്ക് നമുക്ക് ഈ കാലത്തെ മാറ്റാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത്തവണത്തെ ഓണാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഫ്രണ്ടിലോട്ട് തന്നെ ഫ്രണ്ടിലോട്ട് സൈഡ് ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്ഷണിക്കുന്നു. ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിലാണ് ഇതിന്റെ ഭാഗമായി ഭക്ഷ്യമേഖല ഇതെല്ലാം നിലവിൽ വന്ന് നിർദ്ദേശിച്ചു. ഇതിനെല്ലാം പുറമെ വിവിധ കലാപരിപാടികൾ, സംഗീത ദൃശ്യ വിരുന്നുകൾ,
അതോടൊപ്പം തന്നെ മത്സരങ്ങൾ ഇവയെല്ലാം പുറത്തിറക്കിക്കൊണ്ട് വിഭവസമൃദ്ധമായ ഓണം വാരാഘോഷമാണ് ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ പറഞ്ഞു എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രാദേശിക തലത്തിൽ ഇത്തരം ആഘോഷങ്ങൾ സംഘടിപ്പിക്കുക. ഇത്തവണ നമ്മുടെ ഓണം വാരാഘോഷത്തിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കുന്നത് തമിഴ്നാടനായ രവിമോഹനും സംവിധായകനും നടനുമായ ദേശീയ ജോസഫും. ഇരുവരെയും ഈ ചടങ്ങിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം. ശ്രദ്ധേയമായ സിനിമകൾ സംവിധാനം ചെയ്ത അതിലേറെ സിനിമകളിലെ അഭിനയത്തിലൂടെ മലയാളികളെ ആകെ രസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മലയാളി പ്രേക്ഷകർക്കിടയിൽ പ്രത്യേകിച്ച് യുവ തലമുറയിലെ പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യതയുള്ള നടനും സംവിധായകനുമാണ് ശ്രീ ദേശീയ ജോസഫ്. അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്നത് സന്തോഷമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട നടൻ രവിമോഹൻ ഈ ഓണാഘോഷ ഉദ്ഘാടന പരിപാടിയിലേക്ക് അതിഥിയായി എത്തിച്ചേർന്നതിന് അദ്ദേഹത്തോട് കേരള ജനതയുടെ ആകെ നന്ദി അറിയിക്കുന്നു. രവിമോഹന്റെ ചലച്ചിത്രങ്ങളെ എക്കാലവും ഹൃദയത്തോട് ചേർത്ത് വെച്ചവരാണ് മലയാളി. ആ നിലക്ക് രവിമോഹൻ കേരളത്തിന്റെ കലാ സാംസ്കാരിക രംഗത്തിന്റെ കൂടി ഭാഗമാണ്. അങ്ങനെ ഒരാൾ ഈ ഓണാഘോഷ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് അതിഥിയായി എത്തിച്ചേർന്നത് കേരളീയർക്കാകെ സന്തോഷം നൽകുന്ന കാര്യം. ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മളിലാകെ ഉണർത്തുന്നത് ഒരു ക്ഷേമ സങ്കല്പമാണ്. മനുഷ്യരെല്ലാം ഒന്നുപോലെ കഴിഞ്ഞ ഒരു കാലഘട്ടമാണ് ആ സങ്കല്പത്തിൻ്റെ അന്തസ്സത്ത. അതിൽ മനുഷ്യർ തമ്മിലുള്ള ഏറ്റവും പ്രകൃതിയോടുള്ള കരുതലും അശരണയോടും ആലംബഹീനയോടുമുള്ള കരുണയും എല്ലാം ഉൾക്കൊള്ളിച്ചു. കേരളീയ ജനത ഉയർത്തിപ്പിടിച്ച മാനവികതയുടെയും സാഹോദര്യത്തിൻ്റെയും നേർ കണ്ണാടി കൂടിയാണ് ഈ ഓണസംഘം. ഇടയ്ക്ക് ചില ഘട്ടങ്ങളിൽ നമുക്കത് കൈമോശം വന്നു. എങ്കിലും 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഉയർന്നു വന്ന നവോത്ഥാന പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും മാനവികമായ ആ സമീപനത്തെ തിരിച്ചു പിടിക്കുകയുണ്ടായി. അതിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമങ്ങൾ ഉണ്ടായപ്പോഴല്ല കേരളീയ ജനത ഒരുമിച്ച് നിന്ന് ആ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കുകയും ചെയ്തു. കഴിഞ്ഞ 9 വർഷമായി സംസ്ഥാന സർക്കാർ ഉയർത്തുന്നതും ക്ഷേമ സങ്കല്പം തന്നെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഓണക്കാലത്ത് ആഘോഷങ്ങളുടെ മാത്രം കാര്യത്തിലല്ല സർക്കാർ ശ്രദ്ധ ചെലുത്തിയിരിക്കുന്നെന്ന് എല്ലാവർക്കും അറിയാറുണ്ട്. ഭക്ഷ്യവിഭവങ്ങളുടെ ലഭ്യത എല്ലാവർക്കും ഉറപ്പുവരുന്നതിനുള്ള നടപടികൾ കൂടി
സ്വീകരിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഭക്ഷ്യവിപണിയിലെ കാര്യക്ഷമമായ ഇടപെടലിന്റെ ഭാഗമായി സപ്ലൈകോയുടെ ഓണം വിപണിയിൽ സഹകരണ ഓണം വിപണിയും സജീവമാണ്. ഭക്ഷ്യവിഭവങ്ങളുടെ ലഭ്യത മാത്രമല്ല സർക്കാർ ഉറപ്പുവരുത്തുന്നത് 60 ലക്ഷം ആളുകൾക്കാണ് ഈ ഓണക്കാലത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്തു. 1200 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത്. ഇതെല്ലാം ഓണക്കാലത്തിന്റെ മാത്രം സവിശേഷതയാണ്. അധികാരത്തിൽ നിന്ന എല്ലാ ഈ 9 വർഷക്കാലവും ഈ കരുതൽ തുറന്നു വന്നതായി കാണാൻ സാധിക്കും. ഇന്ന കാലത്ത് മന്ത്രിസഭാ യോഗം ചേർന്നപ്പോൾ അതീവ ഗൗരവമായി ഞങ്ങൾ ചർച്ച ചെയ്തൊരു വിഷയമുണ്ടായി. അത് നമ്മുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് നെൽകൃഷിക്കാർക്ക് സംഭരിച്ച നെല്ലിന്റെ പണം ഒരു ഭാഗം കൊടുക്കാൻ ബാക്കിയുണ്ടായി. അതിനിടയാക്കിയത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ആവശ്യമായ പണം ലഭ്യമാകാത്തതായി. എന്നിട്ടും സംസ്ഥാന സർക്കാർ അതിലൊരു ഭാഗം വഹിക്കാൻ സന്നദ്ധമാണ്. പക്ഷേ പൂർണ്ണമാകില്ല. അതുകൊണ്ട് തന്നെ നിരന്തരമായി കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയും പെടുത്തുന്നതിനായി ഈ ഓണനാളുകളിൽ ഭക്ഷ്യവകുപ്പിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു. മന്ത്രിസഭാ യോഗം നമ്മുടെ ഈ ഗൗരവമായ പ്രശ്നം ചർച്ച ചെയ്ത് അതിന്റെ ഭാഗമായി തന്നെ ഭക്ഷ്യമന്ത്രി ഈ കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിന് ശേഷം പരസ്യമായി വിശദീകരിക്കുകയും ചെയ്യും. ഏതായാലും വൈകുന്നേരം ഒരു സന്തോഷ വാർത്ത ലഭിച്ചു. നൽകാനുള്ള പണത്തിൽ ഒരു ഭാഗം നൽകുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു. അത് ഇവിടെ ഇരുന്നപ്പോഴാണ് ബഹുമാന്യ ഭക്ഷ്യമന്ത്രി പറയുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന് ആ സന്ദേശം കിട്ടിയത്. ഏതായാലും അതിൻ്റെ ഗുണം കേരളത്തിലെ നെൽകർഷകർക്ക് നെല്ല് സംഭരിച്ച വകയിൽ കൊടുക്കാനുള്ള പണം ഏറെക്കുറെ പൂർണ്ണമായും നൽകാൻ ഈ ഘട്ടത്തിൽ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഓരോ വിഭാഗത്തിൻ്റെയും കാര്യത്തിൽ എത്രമാത്രം കരുതലോടെയാണ് സർക്കാർ നീങ്ങുന്നത് എന്നതാണ് ഇത് കാണിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ പാവപ്പെട്ട ഒരു വിഭാഗം ആളുകൾ വീട് സ്വപ്നം കണ്ട് ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോകുന്ന അവസ്ഥയെ സ്വന്തമായൊരു ഇടപാട് നിർമ്മിക്കാൻ കഴിയും. അതിനാണ് ലൈഫ് പദ്ധതി ആവിഷ്കരിച്ചത്. ഇപ്പോൾ 4.5 ലക്ഷത്തിലധികം വീടുകൾ പണിത് അവിടങ്ങളിൽ കുടുംബങ്ങൾ താമസിക്കുക. ബാക്കിയുള്ള വീടുകൾ ഈ ഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കാനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. നാം നമ്മുടെ സംസ്ഥാനത്തെ ഭൂമിയുടെ അവകാശം കയ്യിൽ കിട്ടാത്ത ആയിരക്കണക്കിന് ആളുകളുടെ പ്രശ്നം ഗൗരവമായി എടുത്ത് അതിന് പരിഹാരം കാണാൻ
തുടർച്ചയായി ശ്രമിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായി 4 ലക്ഷം പട്ടയങ്ങളാണ് ഈ കാലയളവിൽ സംസ്ഥാന സർക്കാരിന് നൽകാൻ കഴിയുന്നത്. ഇനിയുള്ള കാലയളവ് കൊണ്ട് 1 ലക്ഷത്തോളം പട്ടയങ്ങൾ കൂടി നൽകാനുള്ള ശ്രമത്തിലുമാണ് സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ആരോഗ്യരംഗത്തെ ഇടപെടൽ, പാവപ്പെട്ടവർക്കുള്ള ചികിത്സാ സഹായം, അതിനുള്ള കാരുണ്യ ഇൻഷുറൻസ് പദ്ധതി, അതിൻ്റെ ഭാഗമായി 43 ലക്ഷം കുടുംബങ്ങൾക്കാണ് സഹായം ലഭ്യമാക്കുന്നത്. ഇതെല്ലാം നമ്മുടെ പഴയ സങ്കല്പം, മാവേലി നാടിൻ്റെ ക്ഷേമ സങ്കല്പം, അതിനോട് ചേർന്ന് നിൽക്കുന്നവയാണ് എന്നുള്ളത് നാം പ്രത്യേകം കാണേണ്ടതായിരിക്കും. പക്ഷേ ഈ ക്ഷേമ സങ്കല്പത്തെ തന്നെ തകർക്കുന്നതിനുള്ള ശ്രമങ്ങൾ ചില ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതുമാത്രമല്ല, ഇത്തരം കാര്യങ്ങളെ പുച്ഛിക്കുക, പരിഹസിക്കുക, വലിയ തോതിൽ അപഹസിക്കുക, അങ്ങനെയുള്ള ശ്രമങ്ങൾ മറ്റു ജനങ്ങളിലും ഉണ്ടാകുന്നു. പക്ഷേ അതൊന്നും ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമായി വരില്ല. ക്ഷേമ പദ്ധതികൾ അർഹരായവർക്ക് എത്തുമ്പോൾ, വികസന പ്രവർത്തനങ്ങളുടെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തുമ്പോൾ അവരുടെ എല്ലാം മുഖത്ത് വിരിയുന്ന പുഞ്ചിരി, അതാണ് നമ്മുടെ നാടിൽ തന്നെ ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം. കഴിഞ്ഞ ദിവസം ഒരു അനുഭവം ഉണ്ടായി. നമ്മുടെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന താമരശ്ശേരി ചുരം എല്ലാ കാലവും നല്ല കനത്ത മഴ വന്നാൽ, ഏതെങ്കിലും വളരെ പ്രശ്നമുണ്ടായാൽ പിന്നെ മണിക്കൂറുകളല്ല, ദിവസങ്ങൾ തന്നെ വാഹന ഗതാഗത തടസ്സം. എന്താണ് പരിഹാരം എന്നാലോചിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ കണ്ടു അതിനെ ഒരു തുരങ്കപാത നിർമ്മിക്കാമെന്ന്. അങ്ങനെ തുരങ്കപാത നിർമ്മിക്കുന്ന ആശയം വന്നപ്പോൾ അതിനെയും പലതരത്തിലുള്ള അഭിപ്രായങ്ങളോടെ സമീപിച്ചു വരുന്നത്. ഏതായാലും ഇത് യാഥാർത്ഥ്യമാകുമോ എന്ന സംശയം ബോധപൂർവം തന്നെ പലരും സൃഷ്ടിക്കാനുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഓണാഘോഷ സമയത്ത് തന്നെയാണ്, ഓണത്തിൻ്റെ നാളുകളിൽ തന്നെയാണ് അവിടെ വയനാട് തുരങ്കപാത അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം പുറത്തു കുറിച്ചു. അവിടെ തടിച്ചുകൂടിയ 10,000 ഒരു തരത്തിലുള്ള ഹർഷവുമാണ്, വലിയ തോതിലുള്ള ആവേശം, അനുഭവമായിരുന്നു. ഒരു ഭേദചിന്തയിലില്ല, എല്ലാവരും മതിമറന്ന് ആഹ്ലാദിക്കുന്ന നിലയാണ് കാണാൻ കഴിയും. അപ്പോ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, അതാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന പാതത്തിലിരിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്നതാണ്. ഇപ്പോ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള നവകേരള സങ്കല്പം, അത് പഴയ ഓണസങ്കല്പത്തെ പോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാൾ മികവുറ്റതും ഐശ്വര്യ സമൃദ്ധവുമായ ഒരു പുതു കേരളത്തെ സൃഷ്ടിച്ചെടുക്കാനാണ്. ഇപ്പോൾ നാം പല കാര്യങ്ങളിലും രാജ്യത്ത് തന്നെ 1-ാം സ്ഥാനത്താണ്. എന്നാൽ ഇവിടെ നിന്നാൽ പോരാ, ഇനിയും നമുക്ക് മുന്നോട്ട് പ്രയാണം ചെയ്യണം.
എല്ലാ കാര്യങ്ങളിലും ഒന്നാം സ്ഥാനം, രാജ്യത്തിനാകെ മാതൃക സൃഷ്ടിക്കുന്ന ഒരു സംസ്ഥാനം. ആ നിലയിലേക്ക് നമുക്ക് ഉയരേണ്ടതായിട്ടുണ്ട്. അത് അസാധ്യമാണ് എന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നിയേക്കാം. പക്ഷേ അസാധ്യമാണെന്ന് കരുതിയ പലതും സാധ്യമാക്കിയവരാണ് നമ്മൾ. അതിനിടയാക്കിയത് നമ്മുടെ ഐക്യവും ഒരുമയുമാണ്. നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ്. അതിനു മുന്നിൽ ഒന്നും അസാധ്യമായിട്ടില്ല എന്നതാണ് നാം തെളിയിക്കുന്നത്. ഇത് സാധ്യമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കായി ഈ ഓണഘട്ടത്തിൽ നമ്മളെ തന്നെ നമുക്ക് പുനർസമർപ്പിക്കാം എന്നതാണ് പറയാനുള്ളത്. ആഘോഷങ്ങൾ നമുക്ക് നൽകുന്നത് കൂടിച്ചേരലുകളുടെ സന്തോഷമാണ്. അതിൽ മാനവികതയുടെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം കൂടി. ആ സാഹോദര്യത്തിൻ്റെയെ അപകടപ്പെടുത്തുന്ന വിധം ആഘോഷങ്ങളെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റേത് മാത്രമായി ചുരുക്കുന്നതിനുള്ള ശ്രമം ചിലർ നടത്തുന്നു. അത് നാം പ്രത്യേകം തിരിച്ചറിയുന്നു. അത്തരം പ്രതിലോമ ചിന്തകൾക്കെതിരെയുള്ള അതിവിപുലമായ മാനസിക ഐക്യം രൂപപ്പെടാൻ കൂടി ഉതകുന്നതാകണം നമ്മുടെ ഓരോ ആഘോഷവും, ഇത്തവണത്തെ ഓണാഘോഷം പ്രത്യേകിച്ചു. അതിലൂടെ ഓണം ഉയർത്തിപ്പിടിക്കുന്ന ഒരുമയുടെ സന്ദേശം ലോകത്തിനാകെ പകർന്നു നൽകാൻ നമുക്ക് കഴിയും. അങ്ങനെ ഓണം എന്ന ദേശീയോത്സവത്തെ എല്ലാ രീതിയിലും സാർത്ഥകമാക്കുന്നതാണ് നമ്മുടെ എല്ലാ ആഘോഷ പരിപാടികളും, അതിനെ പങ്കാളിത്തവും എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഓണവാരാഘോഷത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം വളരെ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് സ്നേഹാഭിവാദം. എല്ലാവർക്കും ഓണാശംസകൾ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നന്ദി. ഓണാഘോഷം 2025 ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ഒരു ഓണക്കോടി ഇവിടെ സമ്മാനിക്കുകയാണ്. ഈ ഒരു ഓണക്കോടി സമ്മാനിക്കുന്നത് സംഘാടക സമിതി വർക്കിംഗ് ചെയർമാനും ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവരുടെ ക്ഷണിക്കുന്നു. അടുത്തതായി ഇന്നത്തെ ഈ ചടങ്ങിൽ വിശിഷ്ട അതിഥികളായി നമ്മോടൊപ്പം എത്തിയിട്ടുള്ള ഏവരുടെയും പ്രിയപ്പെട്ട ചലച്ചിത്ര താരങ്ങൾക്ക് ഇവിടെ വേദിയിൽ ഉപഹാരം സമ്മാനിക്കുന്നു. ഈ ഉപഹാരം സമ്മാനിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ P.A. മുഹമ്മദ് റിയാസ് അവരെ ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ആദ്യം പ്രിയപ്പെട്ട ചലച്ചിത്ര താരം ശ്രീ രവി മോഹനെ ക്ഷണിച്ചു വരുന്നു. ഉപഹാരം സ്വീകരിക്കുന്നതിനായി അടുത്തതായി ക്ഷണിക്കട്ടെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരം ശ്രീ ബേസിൽ ജോസഫിനെ. ഇന്നത്തെ ചടങ്ങിൽ മുഖ്യാതിഥിയായി നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട ഭക്ഷ്യം, പൊതുവിതരണം, ഉപഭോക്തൃകാര്യം, ലീഗൽ മെട്രോളജി വകുപ്പ് മന്ത്രി ശ്രീ G.R. അനിലാണ്. അദ്ദേഹത്തെ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ പ്രിയങ്കരനായ ടൂറിസം മന്ത്രി ശ്രീ P.A. മുഹമ്മദ് റിയാസ്, നമ്മുടെ ഈ ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത
ആദരണീയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി, രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി. രീതിയിലെ ചലച്ചിത്ര താരങ്ങളായ ശ്രീ ടി മോഹൻ, ശ്രീ ജോസഫ്, മേയർ ഉൾപ്പെടെ MLA-മാർ, പ്രിയമുള്ള രീതിയിൽ സദസ്സുള്ള ബഹുമാന്യരെ സ്നേഹിക്കുന്നു. മുഖ്യമായ വർത്തമാനത്തിൽ നടക്കുന്നില്ല. ചിത്രം ഇവിടെ ലഭ്യമാക്കാൻ സഹായിക്കുന്നു. ചടങ്ങിന് ആശംസകൾ നേരുന്നു. Thank you for watching.